ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ അരച്ചു വെച്ച മാവ് എന്തായെന്ന് നോക്കിയാലോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി പുളിച്ച് വന്നിട്ടുണ്ട് ഗായ്സ്. ഈ തണുപ്പത്ത് മാവിങ്ങനെ പൊങ്ങി പുളിച്ച് കിട്ടുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് മാറ്റാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്ര നല്ല സോഫ്റ്റ് മാവ് കിട്ടിയിട്ട് ഇഡലി ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ പെട്ടെന്ന് ഇഡലി കൂട്ട ഇൻഡക്ഷനിലോട്ട് വെച്ചിട്ട് തട്ടിലൊക്കെ എണ്ണ തേച്ചെടുക്കുകയാണേ. എന്നിട്ട് ഞാൻ ഈ തട്ടൊന്ന് ചൂടാക്കി എടുക്കും. ചൂടാക്കിയതിന് ശേഷമാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇഡലി പെട്ടെന്ന് അൺമോൾഡായിട്ട് വരും. ഇനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തേങ്ങ തിരുകാണ്. ആ സമയം കൊണ്ട് നമ്മുടെ തട്ടൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ച് അടച്ച് വെച്ച് ഇഡലി റെഡിയാക്കി എടുക്കാം. ഇനി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളകെല്ലാം വൃത്തിയാക്കി ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് തേങ്ങയിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇവിടെ നോർമൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തേങ്ങ ഒരുമാതിരി പിരിഞ്ഞ പോലെ ആയിപ്പോവും. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഇഡലി വെന്ത കേട്ടോ. ഇനി നമുക്ക് തട്ട് ഇതുപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇശുക്കുട്ടിക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് കൊടുത്തു വിടുന്നത് ഡ്രാഗൺ ഫ്രൂട്ടും പേരാപ്പിളുമാണ്. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം കുപ്പിയിൽ ഒഴിച്ചിട്ട് ഇശുക്കുട്ടീനെ ഉണർത്താനായിട്ട് പോവാണ് കേട്ടോ. തണുപ്പത്ത് നല്ല മൂടി പുതച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടന്നാലോ, സ്കൂളിൽ പോവണ്ടേ. അങ്ങനെ അവളെ ഉണർത്തി പല്ലൊക്കെ തേച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തലമുടി കെട്ടിക്കൊടുക്കുകയാണേ. ഈ 4, 3, 7 മുടി കെട്ടാനാണ് ഗായ്സ് ഞാനിപ്പോൾ ഏറ്റവും പാടുപെടുന്നത്. ഇന്നിങ്ങനെ 2 വശം പിന്നി കെട്ടണമെന്ന് വെച്ചിട്ട് ഇതുപോലെ പിന്നിയൊക്കെ കെട്ടി മുഖത്ത് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഐലൈനറൊക്കെ വരച്ച് അവളെ റെഡിയാക്കി കേട്ടോ. ഷോക്സും ഷൂവും തൊപ്പിയും ഒക്കെ വെച്ചിട്ട് ഇനി നേരെ കിച്ചണിലോട്ട് പോവാണ്. നമ്മുടെ ഇഡലി അപ്പോഴത്തേക്കും തണുത്തിരിപ്പുണ്ട്. അങ്ങനെ നമുക്ക് തട്ടേന്ന് പെട്ടെന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ടിഫിനകത്ത് എത്ര ഇഡലി വെക്കുന്നുണ്ട്, എന്തൊക്കെ വെക്കുന്നുണ്ടെന്ന് തന്നെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് എന്നിട്ട് ഇഡലി കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. അവൾക്ക് ഇഡലിയും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ്. ആ സമയമായപ്പോഴത്തേക്കും സ്കൂൾ ബസ് വരാനുള്ള ടൈമായി. അങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ കറക്റ്റ് സ്കൂൾ ബസ്സും വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.